അഹമ്മദാബാദ് അപകടം സംബന്ധിച്ച പ്രാഥമിക റിപ്പോർട്ട് കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന് സമർപ്പിച്ചു. അന്വേഷണ ചുമതലയുള്ള എയർക്രാഫ്റ്റ് ആൻഡ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയാണ് റിപ്പോർട്ട് നൽകിയത്. അതേസമയം ബോയിങ് 787 ഡ്രീം ലൈനർ വിമാനങ്ങൾ ഏറ്റവും സുരക്ഷിതമായ വിമാനങ്ങളിൽ ഒന്നാണ് എന്നാണ് എയർ ഇന്ത്യ അവകാശപ്പെടുന്നത്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും എസ് നന്ദഗോപൻ ചേരുകയാണ്. നന്ദൻ, പ്രധാനമായും ഈ പ്രാഥമിക റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പരാമർശിക്കുന്നത്? സുരേഷ്, അഹമ്മദാബാദ് വിമാന അപകടം അന്വേഷിക്കുന്ന എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയാണ് വ്യോമ മന്ത്രാലയത്തിന് റിപ്പോർട്ട് നൽകിയത്. അന്വേഷണത്തിൽ കണ്ടെത്തിയ പ്രാഥമിക വിവരങ്ങൾ മാത്രമാണ് ഈ റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ ന്യൂഡൽഹിയിലെ ലാബിൽ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സുകൾ പരിശോധിച്ചു വരികയാണ്. ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡിലെയും അതേപോലെ തന്നെ കോക്പിറ്റ് വോയിസ് റെക്കോർഡറിലെയും വിവരങ്ങൾ പൂർണ്ണമായും ഡീകോഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇതിനായുള്ള ശാസ്ത്രീയ പരിശോധനകൾ തുടരുകയാണ്. ഇന്ത്യൻ വ്യോമസേന, ഒപ്പം തന്നെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്, അമേരിക്കയുടെ നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡ് എന്നിവയിലെ വിദഗ്ധ അന്വേഷണ സംഘം ഈ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ടീമിനൊപ്പമുണ്ട്. കൂടാതെ ബോയിങ് ഏവിയേഷൻ, അതേപോലെ തന്നെ ഏവിയേഷൻ മെഡിക്കൽ സ്പെഷ്യലിസ്റ്റുകൾ, ഒപ്പം തന്നെ എയർ ട്രാഫിക് കൺട്രോൾ വിദഗ്ധർ എന്നിവരും ഉൾപ്പെടുന്നതാണ് ഈ വിദഗ്ധ സംഘം. ആ സംഘമാണിപ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ എയർ ഇന്ത്യ ഇപ്പോൾ അക്കൗണ്ട്സ് കമ്മിറ്റിക്ക് മുമ്പാകെ വ്യക്തമാക്കിയിരിക്കുന്നത് ബോയിങ് 787 ഡ്രീം ലൈനർ വിമാനങ്ങൾ പ്രവർത്തനത്തിലുള്ള ഏറ്റവും സുരക്ഷിതമായ വിമാനങ്ങളിൽ ഒന്നാണെന്നാണ് എയർ ഇന്ത്യ നൽകിയ റിപ്പോർട്ട്. നിലവിൽ ലോകമെമ്പാടുമായി 1000-ലധികം ഡ്രീം ലൈനറുകൾ സർവീസ് നടത്തുന്നുണ്ടെന്നും ഈ പാർലമെന്റ് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ എയർലൈൻ പാനലിന് നൽകിയ റിപ്പോർട്ടിൽ എയർ ഇന്ത്യ വ്യക്തമാക്കുന്നുണ്ട്. സുരേഷ്, ഡൽഹിയിൽ നിന്നും നന്ദഗോപനാണ് വിശദാംശങ്ങൾ നൽകിയത്.